അപ്പോൾ നമ്മുടെ 28th IFFKയുടെ ഏറ്റവും ലാസ്റ്റ് ദിവസം ഇന്ന് ഞാൻ കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ മോഹയാണ്. ഇത് കലാഭവൻ തിയേറ്ററിലെ ലാസ്റ്റ് സ്ക്രീനിങ് ആയിട്ടാണ് ഈ സിനിമ വന്നിട്ടുള്ളത്. നമ്മുടെ സന്തോഷ് ശിവൻ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് മോഹ എന്ന് പറയുന്ന ഈ സിനിമ. ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോഹ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലസ്റ്റ് എന്ന് പറയുന്നൊരു സാധനത്തിനെ പരിഗണിച്ച് അല്ലെങ്കിൽ അതിന് കൂടുതൽ വാല്യൂ കൊടുത്തിട്ട് ചെയ്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ലസ്റ്റിന് വേണ്ടിയിട്ട് മനുഷ്യർ ഏതറ്റം വരെയും പോവും, അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇത് കാണിച്ചത്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഓവറോൾ കുറേ ഒന്നും എനിക്ക് മനസ്സിലായില്ല, എനിക്ക് കണക്റ്റ് ആക്കാൻ പറ്റിയില്ല. പക്ഷേ കണ്ടവർക്കൊക്കെ ആ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ഉറുമിയുടെ പല ചായവുകളൊക്കെ അടിച്ചു എന്നൊക്കെ കുറച്ച് പേര് റിവ്യൂ ഒക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. എനിക്കും അത് ചെറുതായിട്ട് അവിടെയൊക്കെ ഫീൽ ചെയ്തു. കാരണം ആ ഒരു സിനിമയിലെ ചില ഷോട്ടുകളും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു. പിന്നെ സിനിമയിലെ ഡയലോഗ്സ് എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ്. പക്ഷേ എന്നാലും ഫുള്ളി വിഷ്വലിയാണ് സ്റ്റോറി പറഞ്ഞു പോകുന്നത്. അത് വളരെ മടുപ്പില്ലാത്ത രീതിയിൽ മ്യൂസിക്കിൻ്റെ സഹായത്തോടുകൂടി തന്നെ നല്ല രീതി സന്തോഷ് ശിവൻ പറഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും ഓവറോൾ എനിക്ക് ഈ സിനിമയ്ക്കകത്ത് സന്തോഷ് ശിവൻ സിനിമകളിൽ എപ്പോഴും എടുത്തു പറയേണ്ട ഒരു സാധനം സിനിമാറ്റോഗ്രാഫിയാണ്. അത് ഈ സിനിമയ്ക്കകത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഓരോ ഫ്രെയിംസിലും ഉള്ളൊരു ഒരു ഒരു യുണീക്നെസ് ഈ ഒരു സിനിമയിലും എനിക്ക് ഓവറോൾ കാണാൻ പറ്റി. അതിൽ ഞാൻ സന്തോഷവാനാണ്. പക്ഷേ ഓവറോൾ ഒരു സിനിമ എന്ന രീതിയിൽ നോക്കുമ്പം എന്നെ ഫുള്ളി സാറ്റിസ്ഫൈ ആക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല. പക്ഷേ എന്നാൽ പോലും നല്ലൊരു കണ്ടൻറ്റ് പറയുന്നൊരു സിനിമ തന്നെയാണ് മോഹ എന്ന് പറഞ്ഞ ഈ സിനിമ. പിന്നെ ഈ സിനിമയിൽ എനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സാധനം ഇതിൻ്റെ ലൊക്കേഷനായിരുന്നു. കാരണം ഒരു കാട് വൈബാണ് സംഭവം ഉദ്ദേശിച്ചത്. പക്ഷേ അത് കണ്ടു വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ വീട്ടിലേക്ക് പറമ്പിലെടുത്ത പോലൊരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയത്. കാരണം ഒരു വിധത്തിൽ എനിക്കത് കൺവീൻസ് ആവുന്നില്ലായിരുന്നു. അതൊരു കാടാണ് അല്ലെങ്കിൽ ഒരു അകത്തെ ഉള്ള ഏരിയയാണ്, മനുഷ്യവാസം അധികം ഇല്ലാത്ത സ്ഥലമാണെന്നുള്ളൊരു അങ്ങനത്തെ ഒരു സാധനം എനിക്ക് കിട്ടിയില്ല. അതെന്തോ എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ദിവസം സന്തോഷ് ശിവൻ്റെ ഈ സിനിമ കണ്ട് നിർത്താൻ പറ്റിയത് ഞാൻ സന്തോഷമാണ്. അപ്പോൾ നമുക്കിനി അടുത്ത കൊല്ലത്തെ IFFKക്ക് കാണാം. ബൈ.